ഹരേ കൃഷ്ണ. മാധവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രപഞ്ചനാഥനായ സാക്ഷാൽ ഗുരുവായൂരപ്പന് മുമ്പിൽ നമ്മുടെ വലിയ പണത്തിനോ പ്രതാപത്തിനോ യാതൊരുവിധ വിലയുമില്ലെന്ന് കാണിച്ചു തരുന്ന അതീവ പവിത്രമായ ഒരു യഥാർത്ഥ കഥയാണിത്. പണ്ടുകാലത്ത് അതീവ പ്രതാപശാലിയായിരുന്ന ചെമ്പകശ്ശേരി രാജാവ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തി. ക്ഷേത്രകുളമായ രുദ്രതീർത്ഥത്തിൽ കുളിക്കാൻ വേണ്ടി വലിയ രാജകീയ പ്രൗഢിയോടെയാണ് അദ്ദേഹം കുളക്കടവിലേക്ക് നടന്നു വന്നത്. ആ സമയത്ത് കുളക്കടവിൽ ഒരു വൃദ്ധൻ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രാജാവിൻ്റെ ഭടന്മാരും പ്രമാണിമാരും തങ്ങളുടെ വലിയ അഹങ്കാരത്തോടെ ആ പാവം വൃദ്ധനെ അവിടുന്ന് ആട്ടിപ്പായ്ക്കാൻ നോക്കി. രാജാവ് കുളിക്കുന്ന കുളക്കടവിൽ ഒരു പാവപ്പെട്ടവർ നിൽക്കാൻ പാടില്ല എന്നായിരുന്നു അവരുടെ അഹങ്കാരം. എന്നാൽ വൃദ്ധൻ ഒട്ടും ഭയപ്പെടാതെ അതീവ ശാന്തനായി അവിടെ തന്നെ നിന്നു. ഭടന്മാരുടെ ആജ്ഞകളനുസരിച്ച് രാജാവ് അഹങ്കാരത്തോടെ കുളത്തിലേക്ക് ഇറങ്ങിയതും അവിടെ വലിയൊരു അത്ഭുതം നടന്നു. രാജാവ് തൻ്റെ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന കോടികൾ വിലമതിക്കുന്ന വലിയ സ്വർണമാലകളും വജ്രമോതിരങ്ങളും വെള്ളത്തിലേക്ക് ഊരി വീണു. തൻ്റെ വലിയ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ട രാജാവ് കുളക്കടവിൽ അതീവ വിഷമത്തോടെ നിന്നുപോയ ആ നിമിഷമായിരുന്നു അത്. രാജാവ് വലിയ സങ്കടത്തിലായ ആ നിമിഷം, രാജാവിൻ്റെ അഹങ്കാരമെല്ലാം മാറിയ ആ നിമിഷം, അപ്പോഴാണ് ആ വൃദ്ധൻ വെള്ളത്തിലേക്ക് ഒന്ന് മുങ്ങി നിവർന്നത്. അത്ഭുതമെന്ന് പറയട്ടെ, രാജാവിന് നഷ്ടപ്പെട്ട ആ ആഭരണങ്ങളെല്ലാം ആ വൃദ്ധൻ്റെ കൈകളിൽ വന്നു ചേർന്നിട്ടുണ്ടായിരുന്നു. വൃദ്ധൻ ആ മാല രാജാവിന് നേരെ നീട്ടിയിട്ട് അതീവ വാത്സല്യത്തോടെ പറഞ്ഞു, തിരുമനസ്സേ, ഭഗവാന്റെ മുന്നിൽ നമ്മൾ എല്ലാവരും വെറും സാധാരണ മനുഷ്യർ മാത്രമാണ്. ഈ പണത്തിൻ്റെ അഹങ്കാരം ഇവിടെ കാട്ടരുത്. ഒരു പാവപ്പെട്ടവനെ പോലെ അഹങ്കാരമെല്ലാം മാറിയപ്പോൾ, അതീവ വിനയത്തോടെ കരഞ്ഞപ്പോൾ, ആ ഒരൊറ്റ നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നത് വൃദ്ധനല്ല എന്നും സാക്ഷാൽ ഉണ്ണിക്കണ്ണനാണെന്നും ജ്ഞാനദൃഷ്ടിയിൽ ആ ഭഗവാൻ കാണിച്ചു കൊടുത്തു. അതീവ തേജസ്സുള്ള ഒരു രൂപം. അഹങ്കാരം മാറിയ രാജാവ് ആ വൃദ്ധൻ്റെ കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞു. എന്നാൽ അവിടെയുണ്ടായിരുന്ന ഭടന്മാരും സാധാരണ ജനങ്ങളും കണ്ടത് രാജാവ് വൃദ്ധൻ്റെ കാൽക്കൽ വീണ് കിടന്നു കരയുന്നതാണ്. അടുത്ത നിമിഷത്തിൽ തന്നെ ആ വൃദ്ധൻ ജനക്കൂട്ടത്തിലേക്ക് നടന്നു പോവുകയും ചെയ്തു. ചെമ്പകശ്ശേരി രാജാവിൻ്റെ വലിയ അഹങ്കാരം മാറ്റാൻ വേണ്ടി ഉണ്ണിക്കണ്ണൻ ഒരു വൃദ്ധൻ്റെ രൂപത്തിൽ വന്ന ഒരു കഥയാണിത്. ഭഗവാന് വേണ്ടത് നമ്മുടെ പണമോ അഹങ്കാരമോ അല്ല, മറിച്ച് വിനയമുള്ള നല്ലൊരു മനസ്സ് മാത്രമാണ്. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.